രാമോ വിഗ്രഹവാൻ രാമ. ശ്രേഷ്ഠമായ ഒരു മാസമാണ് കർക്കിടകം. തീർച്ചയായും കേവലം ഒരു മഴക്കാലമല്ല, ഒരു രാമായണ മാസമല്ല, മറിച്ച് മാസത്തിലെ വിശേഷാൽ ഗണപതി ഹോമം, ഭഗവതി സേവയിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ പേരും നമസ്കാരം. ശ്രീനാഥ് ഹംപൂരിയാണ്. ജൂലൈ 17 മുതൽ കർക്കിടകം ആരംഭിക്കുകയാണ്. എല്ലാ വർഷത്തിലും കർക്കിടകം വന്നു പോകുന്നത് പോലെ അങ്ങനെയല്ലാതെ ഈ ഒരു വർഷത്തിൽ കർക്കിടകത്തെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ഐശ്വര്യത്തെ ചേർത്ത് വെക്കാൻ സാധിക്കണം. കർക്കിടക മാസം എന്നുള്ളത് തന്നെ ദക്ഷിണായനത്തിന്റെ ഒരു ആരംഭമാണ്. ഏതാണ്ട് മകരമാസത്തോളം 12 മാസങ്ങളിൽ 6 ഋതുഭേദങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രധാന കാലഘട്ടമാണ് ഈ ഒരു കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലും മനുഷ്യന്റെ മനസ്സിനും ധാരാളം ഭൗതികമായ കുറവുകൾ നമുക്ക് തോന്നുന്നതാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായ പല ക്ലേശങ്ങളും അതിനെ ഒന്ന് വേണ്ടതുപോലെ നിവർത്തിക്കേണ്ടുന്ന കാലഘട്ടമൊക്കെയാണ്. നമുക്കറിയാം, ആനയ്ക്ക് പോലും ചികിത്സ നടത്തുന്ന ഒരു കാലഘട്ടം ഈ ഒരു കർക്കിടകത്തിൽ തന്നെയാണ്. കർക്കിടകം എല്ലാം കൊണ്ടും ഐശ്വര്യത്തെ വരവേറ്റ് ചിങ്ങമാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തിരുവോണത്തോടുകൂടി എങ്ങനെയാണല്ലോ, നമ്മുടെ ചിങ്ങപ്പിറവിയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷത്തിലേക്കുള്ള കരുതലാണ് ഈ ഒരു കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ നാം നിർബന്ധമായും നമ്മുടെ ഗൃഹങ്ങളിൽ എല്ലാ ദിവസവും, ഈ കർക്കിടക മാസം എല്ലാ ദിവസവും നമ്മൾ വിളക്ക് വെച്ച് നാമം ജപിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ പണ്ട് കാലത്തെ ആചരിച്ചു വരുന്ന ഒരു ആചാരം. എങ്കിൽ കർക്കിടക മാസത്തിന് മുന്നേ നമ്മൾ ആ ഗൃഹത്തിലേക്ക് ഒരു ഐശ്വര്യത്തെ ചേർത്ത് വെക്കാൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഗൃഹം മുഴുവനായി നമ്മൾ തലേ ദിവസം തന്നെ ശുദ്ധീകരിച്ച്, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള പുണ്യാഹജലം കൊണ്ടുവന്ന് ആ ഗൃഹത്തെ ഒന്ന് ശുദ്ധീകരിക്കാം. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പൂജാവിധികളും പ്രാർത്ഥനകളും കാണുമെങ്കിലും നമ്മൾക്ക് നാമജപത്തിലൂടെയും ഭക്തിയും ചേർന്നിട്ടുള്ളതായ ഒരു അന്തരീക്ഷത്തെ കൊണ്ടു നടക്കാൻ സാധിക്കണം. ഈ ഒരു മാസ കാലഘട്ടം, ഇതിൽ നിന്നുള്ള മനസ്സിന്റെ ഏകാഗ്രതയാണ് നമുക്ക് ഒരു വർഷകാലഘട്ടം കൊണ്ടുപോവേണ്ടത്. നമുക്കറിയാം, കർക്കിടക മാസത്തിൽ രാമായണത്തിന്റെ ശീലുകൾ കേട്ടിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ രാമായണത്തെ ചിന്തിക്കാനും അതിനകത്തെ സാരങ്ങളെ മനസ്സിലാക്കാനും ധാർമ്മികമായി രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയാറ്. ധർമ്മത്തിന്റെ ഒരു വിഗ്രഹം ആണ്, ഒരു മൂർത്തിയാണ് ഈ ശ്രീരാമചന്ദ്ര പ്രഭു. അത്തരത്തിൽ ഈ കർക്കിടക മാസത്തിൽ രാമായണത്തിന് മുഖ്യതയുണ്ടെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വ്രതങ്ങളെയും നൊയമ്പുകളെയും ചേർത്ത് ദൈവികമായ മനസാന്നിധ്യം ഉറപ്പിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് കർക്കിടകം. തീർച്ചയായും ഗൃഹത്തിലുള്ള കുട്ടികൾ, നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ കാലത്ത് എഴുന്നേൽക്കുക, അടുത്തുള്ള ക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ അവരുടെ പെരുന്നാളിലൊക്കെ ഗണപതി ഹോമം നടത്തുക. ഇതൊക്കെ നമുക്ക് ഏറ്റവും ചേർത്ത് വെക്കാൻ സാധിക്കുന്നതാണ്. പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഗണപതി ഹോമം നടത്തുക, ഭഗവതി സേവ നടത്തുക എന്നുള്ളത് വളരെയധികം വിശേഷമാണ്. ഇന്ന് എല്ലായിടത്തും അത് നടത്താൻ സാധിക്കാറില്ല. പല ആൾക്കാർക്കും അത് അറിയുന്നില്ല. അത്തരത്തിൽ ഈ ഒരു കർക്കിടകത്തിൽ ധാരാളം ഐശ്വര്യത്തെ ചേർത്ത് വെക്കാൻ ഏറ്റവും കൂടുതൽ പ്രകൃതി കനിഞ്ഞരുളുന്ന ഒരു മാസമായിട്ടാണ് കർക്കിടകത്തെ മനസ്സിലാക്കേണ്ടത്. കർക്കിടകൻ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ നക്ഷത്രക്കാർക്കും വളരെയധികം ഈശ്വരാധീനം ഉണ്ടാവുന്നതാണ്. ദക്ഷിണായന കാലഘട്ടം എന്നുള്ളത് ആ ഒരു മൗഢ്യത്തിലേക്ക് ആരംഭിക്കുന്ന ആ 6 ഋതുക്കളിൽ പിടിച്ച് ഏറ്റവും കൂടുതൽ മനുഷ്യന് വളരെയധികം വിശേഷപ്പെട്ട് കർക്കിടക മാസത്തിൽ മനുഷ്യന്റെ വികാരത്തെയും വിചാരത്തെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന പ്രകൃതിയും കൂടിയാണ് ഈ ഒരു കർക്കിടക മാസം ഉണ്ടാവുക. അത്തരത്തിൽ കർക്കിടകത്തിന്റെ മാഹാത്മ്യം കേവലം ഒരു മഴക്കാലമല്ല, ഒരു രാമായണ മാസമല്ല, മറിച്ച് ജീവിതത്തിൽ ധാർമ്മികമായ ചിന്തകളെ ഉറപ്പിക്കാനുള്ള കുറച്ച് ദിവസങ്ങളാണ് എന്ന ഭാവത്തിൽ രാമായണത്തിലെ കഥകൾ, ആ രാമായണം കേൾക്കുന്നതല്ല, ആ രാമന്റെ ധർമ്മത്തെ, അതുപോലെ എൻ്റെ ധർമ്മത്തെ എൻ്റെ ജീവിതത്തിൽ സാധിക്കണം എന്നുള്ളതാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത. കർക്കിടക മാസത്തിൽ ഭഗവതി സേവ നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിൽ പരം ഭാഗ്യം മറ്റൊന്നിലുമില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന് ഒരു കർക്കിടകത്തിന്റെ പുണ്യം നിങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പെരിയാവന മന്ത്രശാലയിൽ നടത്തുന്ന കർക്കിടക മാസത്തിലെ വിശേഷാൽ ഗണപതി ഹോമം, ഭഗവതി സേവയിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ പേരും നാളും താഴെ കമന്റ് ചെയ്താൽ മാത്രം മതിയോ. വിശേഷമായിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതും ആണ്. നന്ദി, നമസ്കാരം.